ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന് യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കുന്നില്ല. നിയമത്തിന്റെ ഒരിളവും ലഭിക്കുന്നില്ല. വധശിക്ഷ തന്നെ നടപ്പാക്കും. തൂക്കുമരത്തിലേക്കുള്ള അമീറുൽ ഇസ്ലാമിന്റെ ദൂരം കുറയുന്നു. സർക്കാരിന്റെ ആവശ്യമായിരുന്നു, സർക്കാരിന്റെ അപേക്ഷയായിരുന്നു ഈ വധശിക്ഷ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരാണ്, പ്രോസിക്യൂഷനാണ്. അതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നു. പ്രതിയുടെ ശിക്ഷ ഒഴിവാക്കണമെന്നടക്കമുള്ള അല്ലെങ്കിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ, ശിക്ഷ ഇളവ് മാത്രമല്ല ശിക്ഷാവിധി തന്നെ റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തെ കോടതി നിരാകരിക്കുന്നു. വധശിക്ഷ തന്നെ ലഭിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് സാക്ഷിമൊഴികളില്ലാത്ത, ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ വിധിക്കുമ്പോൾ അത് വരുംകാലത്തും നിയമ വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കാവുന്ന നിയമമേഖലയിലൊക്കെ വരുംകാല വ്യവഹാരങ്ങളിലൊക്കെയും ഏറെ കോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിധിയായി മാറുകയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അന്വേഷണ ഉദ്യോഗസ്ഥർക്കാകെ ആത്മവിശ്വാസം പകരുന്ന പ്രോസിക്യൂഷന് ഇനി അങ്ങോട്ടുള്ള അന്വേഷണങ്ങളിലൊക്കെയും നിർണായകമായ ഒരു സ്വാധീനിക്കാവുന്ന തരത്തിലുള്ള ഒരു വിധിയല്ലേ ഇന്ന് വന്നിരിക്കുന്നത്? സ്വാഭാവികമായും ഈ കേസിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഇത്ര പ്രമാദമായ കേസിൽ അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി കീഴ്ക്കോടതി ശിക്ഷ വിധിച്ച കേസിൽ മറിച്ചൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല ആരും എന്ന് തന്നെയാണ് വസ്തുത. കാരണം പ്രതിക്ക് ഒരു തരത്തിലുള്ള ഇളവും കിട്ടാത്തവണ്ണം ഈ സാക്ഷികൾ പോലും ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് തെളിയിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ ഇത് ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും സാധിച്ചത്. നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അവർ ആ ജോലി വളരെ ഭംഗിയായി തന്നെ നിർവഹിക്കുകയും ചെയ്തിരുന്നു. 2017 ഡിസംബർ 14 തീയതിയാണ് ഈ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതിയിൽ നിന്നും എത്തിയത്. അതിനുശേഷം ഈ വധശിക്ഷ ഉത്തരവ് നടപ്പാക്കാൻ അനുമതി തേടിയാണ് സർക്കാർ കോടതിയിലേക്ക് വരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കുറ്റവിമുക്തനാക്കണം, തനിക്കെതിരായ ശിക്ഷ റദ്ദാക്കണം എന്ന് പ്രതിയും ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് എത്തി. മികച്ച അഭിഭാഷകനെ തന്നെ ഹൈക്കോടതിയിൽ ഇറക്കാൻ പ്രതിക്ക് സാധിക്കുകയും ചെയ്തു. നേരത്തെ ഈ കീഴ്ക്കോടതിയിൽ അവരുന്നയിച്ച വാദങ്ങൾ എന്താണോ അതേ വാദങ്ങളുടെ ചൂട് പിടിച്ചാണ് ഹൈക്കോടതിയിലും വാദമുഖങ്ങൾ നിരത്തിയത്. സാക്ഷികൾ തീർച്ചയായും അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടിയാണ് പ്രോസിക്യൂഷനും സർക്കാരും കോടതിയെ സമീപിച്ചത്. അതിൽ അനുമതി ലഭിച്ചിരിക്കുന്നു. ആത്മവിശ്വാസം നൽകുന്ന വിധി എന്നാണ് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്ന് വരുന്നത്. അമീറുൽ ഇസ്ലാമിന് ആ ക്രൂര പീഡനത്തിന് ശേഷമുള്ള കൊലപാതകത്തിൽ യാതൊരുവിധ ഇളവും ലഭിക്കുന്നില്ല. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശിക്ഷാവിധിയെ ശരിവെക്കുന്നത്. അല്ലെങ്കിൽ അതിലൊരു ആനുകൂല്യവും അയാൾ അർഹിക്കുന്നില്ല, പ്രതി അർഹിക്കുന്നില്ല എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. ജിഷയുടെ മാതാവ് ഉൾപ്പെടെ ഈ വിധിയിൽ അനുകൂല വിധിയെന്ന് പ്രതികരിക്കുകയും ചെയ്തു. ശ്രീകാന്ത്, തുടരാം. പറഞ്ഞ് അവസാനിപ്പിച്ച ഇടത്തു നിന്നും തുടങ്ങുകയാണെങ്കിൽ നേരത്തെ ഈ കോടതിയിൽ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിൽ എന്താണോ പറഞ്ഞത് അതേ ചുവട് പിടിച്ചാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദങ്ങൾ നിരത്തുകയുണ്ടായത്. അവർ പറഞ്ഞത് ഈ പ്രതി തന്നെയാണ് ഈ കുറ്റകൃത്യം നിർവഹിച്ചത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ മരിച്ച പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെടുത്ത DNA സാമ്പിളാണ്. ഒരാളുടെ DNA മറ്റൊരാൾക്ക് മാച്ചിങ് ആവുകയോ അത്തരത്തിൽ യാതൊരു സാമ്യവും ഉണ്ടാവുകയോ ചെയ്യില്ല. അതിനാൽ തന്നെ ആ DNA സാമ്പിൾ കണ്ടെത്തിയത് ഈ കേസിലെ ഏറ്റവും ക്രൂഷ്യലായ സംഭവമാണ്. ആ ഒരൊറ്റ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതേ DNA സാമ്പിൾ ഇപ്പോഴുള്ള പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെതുമായി മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, പരിശോധന നടത്തിയ തെളിവുകൾ കോടതി മുൻപാകെ എത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിലും അവർ അതേ നിലപാട് തന്നെ ആവർത്തിച്ചു. ചില സാക്ഷിമൊഴികൾ കൂടി അവർക്ക് കിട്ടുകയുണ്ടായി. ഒപ്പം തന്നെ ശേഖരിച്ച മറ്റ് തെളിവുകൾ, ഒട്ടനവധി തെളിവുകൾ പ്രോസിക്യൂഷൻ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതും കോടതി മുൻപാകെ എത്തിച്ചു. അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു. അതായത് ഈ അമീറുൽ ഇസ്ലാം തന്നെയാണ് ഈ കുറ്റകൃത്യം നിർവഹിച്ചത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചു. തുടർന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെയും ജസ്റ്റിസ് S മനുവിന്റെയും അധ്യക്ഷതയുള്ള ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിട്ടുള്ളത്. സർക്കാരിന് പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി നൽകിയത്, പ്രതി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ
കോടതി തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷികളില്ലാത്ത കേസിൽ ഒപ്പം ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും നടത്തിയ പോരാട്ടം മേൽക്കോടതിയിലും വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവിന്റെ പകർപ്പെത്തണം. അപ്പോൾ മനസ്സിലാകും ഇതിൽ എന്തൊക്കെയാണ് അവസാന ഘട്ടത്തിൽ കോടതി പരിഗണനയ്ക്കെടുത്ത ഈ ഉത്തരവിലേക്ക് എത്താൻ പരിഗണനയ്ക്കെടുത്ത കാര്യങ്ങളെന്ന് ആ ഘട്ടത്തിലെ മനസ്സിലാവുകയുള്ളൂ. ഈ ഘട്ടത്തിൽ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഈ പെൺകുട്ടിക്ക് മേൽക്കോടതിയിലും നീതി കിട്ടിയിരിക്കുന്നു. ഇനി പ്രതിയുടെ ഭാഗത്തുള്ള ഏക ഒരു അവസരം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലേക്ക് അയാൾക്ക് അപ്പീൽ പോകാം. അയാളുടെ കുരുക്ക് കൊലക്കയർ മുറുകുന്നതിന്റെ കാലാവധി അയാൾക്ക് നീട്ടിയെടുക്കാം. അത് സുപ്രീം കോടതിയിലേക്ക് തന്നെ പോയി അവിടെ ഇയാൾക്ക് അപ്പീൽ സമർപ്പിക്കാം. പിന്നീട് രാഷ്ട്രപതിക്ക് മുൻപാകെ ദയാഹർജി സമർപ്പിക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട്. അതെല്ലാം അയാൾക്ക് സ്വാഭാവിക നടപടി എന്ന നിലയിൽ അയാൾക്ക് കിട്ടും. അതിനുള്ള അവസരം അയാൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിൽ ആശ്വസിക്കാവുന്ന കാര്യം ഹൈക്കോടതി, കേരള ഹൈക്കോടതി കൂടി ഈ വധശിക്ഷ ശരിവെച്ചു എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം, അതിന്മേൽ നടത്തിയ വാദം വിജയം കണ്ടിരിക്കുന്നു. തീർച്ചയായും സത്യം വിജയിച്ചെന്നും പോലീസിന് ആത്മവിശ്വാസം നൽകുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നതെന്നുമാണ് ഇന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചത്. ആ വാക്കുകളിലേക്ക്. പ്രതിയുടെ രക്തം ഈ വീടിന്റെ പുറത്തെ വാതിലിൽ നിന്നും പ്രതിയുടെ രക്തം കിട്ടിയിട്ടുണ്ട്. പ്രതിയുടെ രക്തം ഈ കുട്ടിയുടെ ചുരിദാർ ടോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. നെയിൽ ക്ലിപ്പിംഗ്സിൽ നിന്നും പ്രതിയുടെ DNA കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതി പുറത്ത് ഈ വിക്ടിമിന്റെ പുറത്ത് കടിച്ചതെന്നുള്ള ഭാഗത്തു നിന്നും ഒരു DNA കിട്ടിയിട്ടുണ്ട്. ഈ ശക്തമായ ഈ 4 DNAകളും അതിനോടനുബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകളും അത് വളരെ വിദഗ്ധമായ രീതിയിൽ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിച്ചു. അതിന് ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് ശ്രമിച്ചു. വളരെ സമർത്ഥമായ അന്വേഷണം നടത്തി കുറ്റമറ്റ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും അത് നല്ല രീതിയിൽ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് ഇത്തരമൊരു വിധിയിൽ എത്തിച്ചേർന്നത്. ശ്രീകാന്ത്, ഈ ശിക്ഷാവിധി നടപ്പാക്കാനുള്ള അനുമതി തേടിയുള്ള സർക്കാരിന്റെ അപേക്ഷ അതിനപ്പുറത്തേക്ക് ഇളവല്ല, വിധി തന്നെ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രതിക്ക് വേണ്ടി ഏറ്റവും ശക്തരായ അഭിഭാഷകർ അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകർ തന്നെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാദങ്ങൾ എങ്ങനെയായിരുന്നു? അവിടെ പോലും ഈ സാക്ഷികളില്ല എന്നതടക്കം പ്രതിഭാഗം വാദിച്ചതാണല്ലോ ഈ ശിക്ഷാവിധിയിൽ ഇളവ് ലഭിക്കാൻ അല്ലെങ്കിൽ അത് റദ്ദാക്കാൻ. അതിനോടൊക്കെയുള്ള കോടതിയിലെ വാദങ്ങൾ ഇപ്പോൾ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ പ്രതികരണം വരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, കോടതിയിൽ ഒരു നീണ്ട വാദപ്രതിവാദം ഇത് സംബന്ധിച്ച് നടന്നിരുന്നു. പ്രഗത്ഭരായ അഭിഭാഷകർ പ്രതിഭാഗത്തിന് വേണ്ടി കൂടി അപ്പിയർ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ. അവരുടെ വാദങ്ങൾ, ഈ ശിക്ഷ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തിയ വാദങ്ങൾ എന്താണ്? അതിൽ പ്രോസിക്യൂഷന്റെ മറുവാദങ്ങളും. സാക്ഷികളുടെ അഭാവമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുറ്റകൃത്യം കണ്ട ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രതിക്ക് അനുകൂലമായ ഒരു ഘടകം എന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. അതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത്. സാക്ഷികളെന്ന പേരിൽ നിലവിൽ കോടതിയിൽ എത്തിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ പോലീസ് സെറ്റിട്ടതാണ്, പോലീസ് തയ്യാറാക്കിയവരാണ് എന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രതിക്ക് വന്നിട്ടുള്ള മാനസിക പരിവർത്തനമടക്കം കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടാൻ പ്രതിഭാഗം ശ്രമിക്കുകയും ചെയ്തു. അത്തരത്തിൽ അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയിൽ പറഞ്ഞതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഹൈക്കോടതി മുൻപാകെ ഈ വാദം നടക്കുമ്പോൾ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ ഒട്ടനവധി തെളിവുകൾ, ഒട്ടനവധി രേഖകൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവയടക്കം പ്രതിക്കെതിരെ കോടതിയിലേക്ക് എത്തിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയ DNA സാമ്പിളുകൾ, രക്തമടക്കമുള്ളവ, പ്രതിയുടെ രക്തമടക്കമുള്ള തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ പ്രതികരണം നടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ നിയമവിരുദ്ധമാണ്. ഇനി ഇതിലുള്ള എല്ലാ പഴുതുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറയുന്ന പരിഗണനയ്ക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും കോപ്പി ശേഖരിച്ചതിന് ശേഷം അവരുടെ ആളുകളുമായി ബന്ധപ്പെട്ടതിന് ശേഷം സംഘടനയുമായി ബന്ധപ്പെട്ടതിന് ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പുതിയ 2021 സുപ്രീം കോടതിയുടെ പുതിയ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് തരണമായിരുന്നു. ആ റിപ്പോർട്ട് കാര്യക്ഷമമായ രീതിയിൽ തേടിയിട്ടില്ല. പ്രതിയിൽ
അന്വേഷിക്കുകയോ പ്രതിഭാഗത്ത് അഭിഭാഷകരെ കുറിച്ച് അന്വേഷിക്കുകയോ ഈ പറയുന്ന അമിക്കസ് ക്യൂരി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കോടതി ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത് എല്ലാ വധശിക്ഷകൾ നടക്കുന്നതിനേക്കാൾ മുൻപ് ഒരു വിശദമായ അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ബി ആളൂരാണ് പ്രതികരിച്ചത്. ഏതായാലും അടുത്ത നിയമ സാധ്യതകൾ, ഈ വിധിയിൽ ഇളവ് തേടി വധശിക്ഷ വൈകിപ്പിക്കുന്നതിനുള്ള അടുത്ത നിയമ സാധ്യതകൾ തേടുമെന്നത് ഉറപ്പായിരുന്നു. അതുതന്നെയാണ് പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്ന. സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് വ്യക്തമാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.